ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ വാഴപ്പിണ്ടി ഉപ്പിലിട്ട് കഴിച്ചിട്ടുണ്ടോ? വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ വാഴപ്പിണ്ടി ഉപ്പിലിട്ടത്. ഇതിനായിട്ട് വാഴപ്പിണ്ടി വട്ടത്തിൽ കനം കുറച്ചരിഞ്ഞ് അതിൻ്റെ നാര് കളഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് കാന്താരിമുളകും കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കാന്താരിമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു നല്ല കുപ്പിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ കാന്താരിമുളകും ചെറുതായിട്ടൊന്ന് കീറിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നാൽ അതിൻ്റെ എരിവൊക്കെ അതിലേക്ക് ശരിക്കും ഇറങ്ങിച്ചെല്ലുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു 2 സ്പൂൺ വിനാഗിരിയും ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ വെള്ളം നമ്മൾ ഒഴിക്കേണ്ടത് നമ്മൾ ആ വാഴപ്പിണ്ടി മുങ്ങിക്കിടക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം വെള്ളം ഒഴിച്ചിടാനായിട്ട്. ഉപ്പ് നമ്മൾ വളരെ കുറച്ചളവിൽ മാത്രം ഇട്ടാൽ മതിയാകും. കാരണം ചിലപ്പോൾ അതിന് ഉപ്പ് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്, ഉപ്പ് പെട്ടെന്ന് വലിച്ചെടുക്കുന്നതുകൊണ്ട്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഉപ്പ് ഇടുക, പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഇടാവുന്നതാണ്. ഇനി നമ്മളത് അടച്ചു വെച്ച് ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ എരിവും ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും.